Hi students, welcome to Riju and PSK Tele classes. In the previous class, we already discussed about pure inductive, pure resistive, pure capacity circuit. And today we are going to discuss about LCR series circuit. Inductor, capacitor and resistor are the three are connected in series with input. Okay, resistor and capacitor and inductor three are connected series with an AC. V equal to V0 sin omega t. V equal to V0 sin omega t. Here the resistance value R, capacitor value C and inductor value L. Clear alle? Here we know that net V is equal to V endarikkum potential across resistor plus potential across capacitor plus potential across inductor. Clear alle? ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ വാല്യൂസ് നമുക്കറിയാം. Then we know that VR is equal to IR. VR is equal to IR. And VC equal to I into XC. I into XC. Again നമുക്കൊരു വാല്യൂ കൂടി അറിയാം അല്ലേ, Q by C. Then potential across inductor is equal to I into XL. XL എന്ന് പറയുന്നത് എന്താണ്? This is Ohm's law. IXL എന്ന് പറഞ്ഞതാണ് inductive reactance which is equal to L into di by dt. We can find the current through the circuit using the two different methods. First method is phasor diagram and second method is analytical method. Okay, രണ്ട് രീതിയിൽ നമുക്കതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? phasor diagram. Using phasor diagram, how we can solve the LCR series circuit. Okay, then first method is phasor diagram method. And the case of phasor diagram method, we can draw first once again the series circuit L, C and R. Both are connected to potential V, L, C and R. Okay, here we know that net potential V is equal to, at any time t, net potential V is equal to VL plus VC plus VR. നമുക്കതിനെ ഒരു ഫേസർ ഡയഗ്രാം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഫേസർ ഡയഗ്രാമിൽ നമ്മൾ എന്താ ചെയ്യുക? കറണ്ട് ആൻഡ് പൊട്ടൻഷ്യൽ ആർ ഡ്രോൺ ആസ് ദ വെക്ടർ. വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും ഓൺ ദ ബേസിസ് ഓഫ് ദയർ ഫേസ് ആംഗിൾ. അപ്പോൾ വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ വി നോ ദാറ്റ് ദ ഫേസ് ആംഗിൾ പ്യുവർ റെസിസ്റ്റർ ആണെങ്കിൽ ഫൈ എത്രയായിരിക്കും? 0. പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ എന്തായിരിക്കും? ഫൈ വി ലീഡ് ചെയ്യും. വി leads I by pi by 2 and pure capacitor ആണെങ്കിലോ V lags I by pi by 2. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. പ്യുവർ റെസിസ്റ്ററിൽ ഫേസ് ഡിഫറൻസ് 0, പ്യുവർ ഇൻഡക്ടറിൽ പ്ലസ് പൈ ബൈ 2 പൊട്ടൻഷ്യലി ലീഡ് ചെയ്യും. ദെൻ പ്യുവർ ഇൻഡക്ടറിൽ പൊട്ടൻഷ്യലി ലീഡ് ചെയ്യും, പ്യുവർ കപ്പാസിറ്ററിൽ പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഐ എടുത്ത് ചെയ്യാൻ പോകുന്നത്? പ്യുവർ സീരീസ് സർക്യൂട്ടിൽ എന്താ കഴിച്ച് കറണ്ട് റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇറ്റ് ഇസ് എ വാല്യൂ ഐ ആണ്. ഇത് തന്നെയാണ് വിയുടെ ഡയറക്ഷൻ ഉണ്ടാവുക അല്ലേ? ഇത് ഐ ഇതാണെങ്കിൽ നമ്മൾ വി ആർ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഹിയർ വി ആർ ഈസ് ഓൾസോ സെയിം. വി ആർ സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഫേസ് ഡിഫറൻസ് ഇൻ ഫേസിലാണ്, ഫേസ് ഡിഫറൻസ് ഈസ് 0. ആൻഡ് പ്യുവർ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും. വി സി പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും ബൈ പൈ ബൈ 2. ആൻഡ് ഇൻഡക്ടർ പ്യുവർ ഇൻഡക്ടർ കപ്പാസിറ്റർ ലാഗ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഇതിലെന്ത് ചെയ്യും? ഇൻഡക്ടറിൽ എന്ത് ചെയ്യും? ലീഡ് ചെയ്യും വി എൽ. ഹിയർ വി സി നമ്മളൊരു കണ്ടീഷൻ എടുത്തു, വി സി ഗ്രേറ്റർ ദാൻ വി എൽ ആണ് കേട്ടോ. ഹിയർ ദ വി സി ഗ്രേറ്റർ ദാൻ വി എൽ വാല്യൂവിനനുസരിച്ചിരിക്കും, എല്ലിൻ്റെയും സിയുടെയും വാല്യൂവിനനുസരിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഹിയർ വി കൺസിഡർ ഹിയർ വി സി ഈസ് ഗ്രേറ്റർ ദാൻ വി എൽ. ഇറ്റ് ഈസ് ദ വാല്യൂ. ദ current and potential across resistor are in phase and potential across inductor is lead pi by 2 and potential across capacitor is lag pi by 2. Then you have to find the potential V. അപ്പോൾ നമുക്കറിയാം അക്കോർഡിംഗ് ടു വി റിസൾട്ടൻറ്റ് വി എന്ന് പറയുന്നത് വെക്ടർ നൊട്ടേഷണൽ ആണെങ്കിൽ റിസൾട്ടൻറ്റ് വെക്ടർ വി ഇസ് ഈക്വൽ ടു വെക്ടർ വി എൽ പ്ലസ് വെക്ടർ വി സി പ്ലസ് വെക്ടർ വി ആർ.
ആഡ് ചെയ്യാം. നമുക്കിതിൻ്റെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വി എൽ ആൻഡ് വി സി ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വി എല്ലും വി സിയും എങ്ങനെയാണ്? ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ? വി എൽ ആൻഡ് വി സി ആർ ഇൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഫക്റ്റീവ് എങ്ങനെ കിട്ടും? ഇതിൻ്റെ ഒന്ന് എഫക്റ്റീവ് വരച്ച് നോക്കാം. എങ്ങനെയായിരിക്കും കിട്ടുക? ഹിയർ ഇറ്റ് ഈസ് ദ വി ആർ ആൻഡ് ദിസ് ദ വാല്യൂ വി എൽ വി സി മൈനസ് വി എൽ. ഇസ് ഇറ്റ് ക്ലിയർ? വി സി മൈനസ് വി എൽ കുറവാണ്, അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. വെക്ടർ അഡീഷൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. രണ്ട് വെക്ടർ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ചുമ്മാ മൈനസ് ചെയ്താൽ മതി. വി സി മൈനസ് വി എൽ ആൻഡ് ദ ആംഗിൾ ഈസ് π/2. ആംഗിൾ π/2. ദെൻ നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുത്തൂടെ? റിസൾട്ടൻ്റ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പാരലോഗ്രാം ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇസ് ദ റിസൾട്ടൻ്റ് വി. ദ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ദെൻ ഇത് കറണ്ടും പൊട്ടൻഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 5. പുതിയ ആംഗിൾ എത്രയായിരിക്കും? 5. ഓക്കെ അല്ലേ? Then we have to find net V equal to, according to parallelogram law, V, magnitude of V യുടെ വാല്യൂ എന്തായിരിക്കും? റൂട്ട് ഓഫ് എത്ര കിട്ടും? വി ആർ സ്ക്വയർ പ്ലസ് വി സി മൈനസ് വി എൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. വി സി മൈനസ് വി എൽ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വി സി മൈനസ് വി എൽ ഇൻറ്റു വി ആർ കോസ് തീറ്റ. തീറ്റ എത്രയാണ് ഇവിടെ? ഹിയർ cos 90. cos 90 became 0. Then V is equal to root of VR square plus VL minus VC the whole square. VL minus VC the whole square. Clear അല്ലേ? Then നമുക്കൊന്ന് ജസ്റ്റ് അതിനൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം നമുക്ക്? V is equal to I into root of, അല്ലെങ്കിൽ എല്ലായിടത്തും നമുക്ക് ഐയുടെ ടേംസിലൊന്ന് എഴുതി നോക്കാം. റൂട്ട് ഓഫ് വി ആർ എത്രയാണ്? I into R the whole square. Series ആണ് സർക്യൂട്ട്, കറണ്ട് റിമൈൻസ് കോൺസ്റ്റന്റ് ആണ്. Then plus I into XC minus I into XL the whole square. I റിമൈൻസ് കോൺസ്റ്റന്റ് പുറത്തെടുത്തു. I into root of R square plus XL. R square plus XC minus XL the whole square. XC minus XL the whole square. അപ്പോൾ XC ഗ്രേറ്റർ ദാൻ ആയാലും കുഴപ്പമില്ല, XL ഗ്രേറ്റർ ദാൻ ആയാലും കുഴപ്പമില്ല, ഏതായാലും XC minus XL the whole square എന്ന് പറയുന്നത് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. Then വിയുടെ വാല്യൂ, ഫ്രം ദിസ് we get the answer I is equal to V divided by root of എത്ര കിട്ടും? R square plus XL minus XC the whole square. Here the effective resistance. ഇപ്പോൾ LCR സീരീസിൽ സീരീസ് സർക്യൂട്ടിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഇതിന് പറയുന്ന പേരാണ് ഇംപീഡൻസ്. ഹിയർ ദ ഇംപീഡൻസ് Z is equal to എന്താ പറയുക? ഇംപീഡൻസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഇറ്റ്സ് നോൺ ആസ് ഇംപീഡൻസ്. എന്താ പറയുക? ഇംപീഡൻസ്. അപ്പോൾ പ്യുവർ എഫക്റ്റീവ് ഇംപീഡൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഇംപീഡൻസ്. ഇംപീഡൻസ് എത്രയാണ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ക്ലിയർ ആണോ? ദെൻ ഇതൊന്ന് നമുക്ക് എന്തായി? കറണ്ട് കിട്ടി. ഇത്രയൊന്നും കിട്ടിയാൽ പോരാ, പിന്നെ നമുക്ക് എന്ത് വേണം? പുതിയ ആംഗിൾ, ഒരു ഫേസ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, എഫക്റ്റീവ് റെസിസ്റ്റൻസുമായിട്ട് ഒരു ആംഗിൾ, പുതിയ കറണ്ടും പൊട്ടൻഷ്യൽ നമ്മൾ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. എത്രയാണ്? 5. അപ്പോൾ 5 കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 5 കൂടി കണ്ടുപിടിക്കാം. 5 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്നും കൂടി അതിൻ്റെ എഫക്റ്റീവ് ഒന്ന് വരച്ച് നോക്കാം. ആദ്യം എന്തൊക്കെയുണ്ടായിരുന്നു? കറണ്ട് I ഇങ്ങോട്ടുണ്ടായിരുന്നു. വി ആർ അഗെയിൻ ദിസ് ഡയറക്ഷൻ. ഹിയർ വി സി മൈനസ് വി എൽ. VC minus VL and is the resultant V, and this angle is known as phi. Then എല്ലാ സ്ഥലത്തും I കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പം നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ കൂടി എഴുതാം. എങ്ങനെയാണ്? ഈ ഡയറക്ഷനിൽ നമുക്ക് XL minus XC and here is the R.
അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് എന്ന് കിട്ടുന്നത് എന്ത് കിട്ടും? ഹിയർ ദ റിസൾട്ടൻ്റ് ഈസ് ഇസഡ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ട്രയാങ്കിൾ വരച്ചു. ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ. ഇത് നമുക്കൊരു ഗ്രാഫ് കിട്ടും. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി. അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എക്സ് ഇ മൈനസ് എക്സ് എൽ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് മോഡ് ഓഫ് എക്സ് ഇ മൈനസ് എക്സ് എൽ. ആൻഡ് അഡ്ജസൻറ്റ് സൈഡ് നമ്മൾ എന്തെടുത്തു? ആറാണ്. ആൻഡ് ഹൈപ്പോട്ന്യൂസ് ഈസ് എസ് ആൻഡ് ഇറ്റ് ഈസ് ദ ആംഗിൾ ഫൈ. ഇതിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇത് ഇക്വലൻ്റ് ടു എന്ത് തന്നെയായിരിക്കും? എക്സ് ഇ മൈനസ് എക്സ് എൽ ആണ്. ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു അപ്പോൾ ഇതെന്തായിരിക്കും? ഇക്വലൻ്റ് ടു എന്ത് തന്നെയായിരിക്കും? ഇസഡ് ആയിരിക്കും. അതിൽ നിന്ന് തന്നെയാണ് ആറും ഇസഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ. ഓക്കെ അല്ലേ? ഇതിനെ പറയുന്ന പേരാണ് ഇംപീഡൻസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഇംപീഡൻസ് ഡയഗ്രം. ഓക്കെ അല്ലേ? ഫ്രം ദിസ് ഡയഗ്രം ഫ്രം ദിസ് ഇംപീഡൻസ് ട്രയാങ്കിൾ വി ഗെറ്റ് ദ tan phi ഈക്വൽ ടു വാട്ട് ഈസ് ദ വാല്യൂ? tan phi ഈക്വൽ ടു എക്സ് ഇ മൈനസ് എക്സ് എൽ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇപ്പോൾ നമുക്കിതെന്ന് എന്തൊക്കെ കിട്ടി? പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? വി ഡിവൈഡഡ് ബൈ ആർ ആണെന്ന് അറിയാം. അതിൽ നിന്ന് നമുക്ക് ഇംപിഡൻസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ് എന്ന് കിട്ടി. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി. ദെൻ ദ മാക്സിമം വാല്യൂ I0 ഡിവൈഡഡ് ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ ഇസഡ്. I0 ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ ഇസഡ്. Z is equal to ഇസഡിൻ്റെ വാല്യൂ എന്താണ്? ഇഫക്റ്റീവ് ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് XL minus XC the whole square. XL minus XC the whole square. And the phase എത്രയായിരിക്കും? phase phi equal to phase phi എത്രയായിരിക്കും? tan phi ആണ് കിട്ടിയത് അല്ലേ? tan phi is equal to XL minus XC magnitude divided by. അപ്പോൾ നമുക്കതൊന്ന് V equal to നമുക്ക് കിട്ടിയായിരുന്നു V0 sin omega t. അതാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തത്. ദെൻ I is equal to I0 sin omega t plus 5. I0 sin omega t plus 5. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒരു 5 ഫേസ് ഡിഫറൻസ് കൂടി. V ഇതാണെങ്കിൽ I എത്രയാണ്? അവിടെ ഒരു ഫേസ് ഡിഫറൻസ് 5 ഉണ്ട്. ഇനി ഫേസ് ഡിഫറൻസ് എപ്പോഴും പ്ലസ് ആവണമെന്നുണ്ടോ? ഫേസ് ഡിഫറൻസ് എപ്പോഴും പ്ലസ് ആവണമെന്നില്ല. ഫേസ് ഡിഫറൻസ് എപ്പോഴും മൈനസ് ആവണമെന്നില്ല. എപ്പോഴാണ് പ്ലസ് ആവുക അല്ലെങ്കിൽ എപ്പോഴാണ് മൈനസ് ആവുക നോക്കാം. സപ്പോസ് എക്സ് ഇ ഗ്രേറ്റർ ദാൻ എക്സ് എൽ അല്ലെങ്കിൽ എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് ഇ, അത് രണ്ട് കേസ് ഉണ്ട് അല്ലേ? ഇതാണ് വി ആർ. ഓക്കെ, ഹിയർ ഇതെന്തായിരുന്നു? വി സി ആൻഡ് ഹിയർ ഇത് വി സി, ഇറ്റ് ഈസ് വി എൽ. സപ്പോസ് വി എൽ ഗ്രേറ്റർ ദാൻ വി സി, വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആണെങ്കിൽ വി എൽ ഗ്രേറ്റർ ദാൻ വി സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി. എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആണ് എങ്കിൽ ഫൈ എന്തായിരിക്കും? ഫൈ ഈസ് നെഗറ്റീവ്. ആൻഡ് വി സി ഗ്രേറ്റർ ദാൻ വി എൽ ആണെങ്കിൽ, വി സി ഗ്രേറ്റർ ദാൻ വി എൽ ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് സി ഗ്രേറ്റർ ദാൻ എക്സ് എൽ. ദെൻ ഫൈ ഈസ് പോസിറ്റീവ്. ഫൈ ഈസ് പോസിറ്റീവ്. ഓക്കെ അല്ലേ? ഒന്നില്ലെങ്കിൽ റിസൾട്ടൻ്റ് ഇങ്ങോട്ടായിരിക്കും, അപ്പോൾ ഫൈ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഇങ്ങോട്ടായിരിക്കും, അപ്പോൾ ഫൈ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് അല്ല വരിക. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുക. പൊട്ടൻഷ്യൽ V is equal to V0 sin omega t and I equal to I0 sin omega t. പ്ലസ് ആവാം മൈനസ് ആവാം, പ്ലസ് 5. ഫൈ ഈസ് പോസിറ്റീവ്. ഫൈ പോസിറ്റീവ് ആവണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷനാണ്? അത് എന്തിൻ്റെ ഇഫക്റ്റ് കൂടുതലായിരിക്കണം? ഫൈ പോസിറ്റീവ് ആവണം എങ്കിൽ കറണ്ടിൻ്റെ ഇഫക്റ്റ്, അതായത്
കറണ്ട് ലീഡ് ചെയ്യണം എങ്കിൽ കപ്പാസിറ്റീവ് കൂടുതലായിരിക്കണം. എക്സ് ഇ ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? എക്സ് എൽ ആയിരിക്കണം. കറണ്ട് ലീഡ് ചെയ്യണം. ആൻഡ് ഫൈ ഈസ് നെഗറ്റീവ് ആവണമെങ്കിൽ എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് ഇ ആയിരിക്കണം. എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് ഇ ആയിരിക്കണം. ഓക്കെ അല്ലേ? And the effective impedance I0 is equal to V0 divided by Z, where Z is equal to root of value അറിഞ്ഞിരിക്കണം R square plus XL minus XC the whole square. And the impedance triangle is also important. Here the phi, then opposite എന്താണ്? XC minus XL and our hypotenuse is Z is a impedance diagram അല്ലെങ്കിൽ impedance triangle. അതെന്താണ്? നമുക്ക് tan phi കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? പക്ഷേ നമുക്ക് ഈ ഫേസർ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അറ്റ് എനി ടൈം ടി എവിടെ വേണമെങ്കിൽ എടുക്കാം. ഇനീഷ്യലി ടി ഈക്വൾ ടു 0 ആവണം എന്നൊന്നുമില്ല. എനി ടൈം ടിയിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. എപ്പോഴും 0 സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നുമില്ല. സപ്പോസ് ഞാൻ കറണ്ട് ഇവിടെ എടുത്തു I. ആ സമയത്ത് ഇവിടെ എടുത്തില്ല, ഇതാണ് ഞാൻ I എടുത്തത്. അപ്പോൾ വി ആർ എങ്ങോട്ടായിരിക്കും? വി ആർ ഇങ്ങോട്ട് തന്നെ. ഇനീഷ്യലി ഒമേഗ ടി ഉണ്ടായിരിക്കും. ആ ഒമേഗ ടി ഉണ്ട് എങ്കിൽ ഇവിടെ നിന്ന് ഒരു π/2 ലീഡ് ചെയ്യും. ഏത്? വി എൽ. വി സിയോ ഇവിടുന്ന് ഒരു π/2 ലാഗ് ചെയ്യും. അപ്പോൾ ഇതെന്തായിരിക്കും? ഒമേഗ ടി പ്ലസ് π/2 ആയിരിക്കും. ഇതെന്തായിരിക്കും? ഒമേഗ ഇതും π/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക. അപ്പോൾ അറ്റ് എനി ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടി ഈക്വൾ ഇനീഷ്യൽ ഫേസോ ഇനീഷ്യൽ കണ്ടീഷനോ ഒന്നും കിട്ടില്ല. അങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് മാത്രമേ പറയുള്ളൂ. സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. അതായത് ഫേസർ ഡയഗ്രാം വെച്ച് നമുക്ക് കിട്ടുന്ന സൊല്യൂഷനെ അറ്റ് എനി ടൈം ടി ഈക്വൾ ടു 0 എന്നോ ആണെന്നില്ല, അറ്റ് എനി ടൈം വെച്ചിട്ടാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അത് കാരണം അതിനെ പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നാണ്. പക്ഷേ സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ ആണോ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്? അതല്ല. ജനറൽ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു മെത്തേഡ് എടുക്കുകയാണ്, അനലിറ്റിക്കൽ സൊല്യൂഷൻ. എന്താണ്? അനലിറ്റിക്കൽ സൊല്യൂഷൻ. അനലിറ്റിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിലും ആദ്യം നമ്മൾ എന്തെടുക്കും? ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ. വീണ്ടും ഒരു സെല്ലുകൾ കണക്ട് ചെയ്യും. ഏതാണ്? അനലിറ്റിക്കൽ സൊല്യൂഷൻ. അനലിറ്റിക്കൽ സൊല്യൂഷൻ. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. നമുക്ക് ഇവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ വി ഈക്വൽ ടു എന്തൊക്കെ ഉണ്ടായിരിക്കും? വി എൽ പ്ലസ് വി സി പ്ലസ് വി ആർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി 0 സൈൻ ഒമേഗ ടി ഈക്വൽ ടു വി എൽ എന്താണ്? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ക്യൂ ബൈ സി പ്ലസ് ഐ ഇൻറ്റു ആർ. ഓക്കെ അല്ലേ? നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഐ ഈസ് ഈക്വൽ ടു എന്താണ്? ഡി ക്യൂ ബൈ ഡി ടി. ആൻഡ് ഡി ഐ ബൈ ഡി ടി എന്തായിരിക്കും? ഡി ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡി ക്യൂ ബൈ ഡി ടി അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഏതൊക്കെ ഇവിടെ? അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. വി 0 സൈൻ ഒമേഗ ടി ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ക്യൂ ബൈ സി നമുക്ക് ലാസ്റ്റ് ചെയ്താൽ ഐ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് ക്യൂ ബൈ സി. ഈ ഇക്വേഷൻ, ഇതേപോലത്തെ ഒരു ഇക്വേഷൻ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ഡി എക്സ് സ്ക്വയർ അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഒരു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എ കോൺസ്റ്റന്റ് ഈക്വൽ ടു അനദർ വാല്യൂ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓസിലേഷനിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടിയുടെ ടേം ഉണ്ടാവില്ല. ഡി എക്സ് ബൈ ഡി ടിയുടെ ടേം ഉള്ളത് ഏതിനാണ്? ഡാംഡ് ഓസിലേഷൻ. ഡാംഡ് ഓസിലേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഡാംഡ് ഓസിലേഷൻ മാത്രമായിരിക്കും.
പക്ഷേ വിച്ച് ഇസ് ഈക്വൽ ടു വാല്യൂ കൂടുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും ഫോഴ്സ്ഡ് ഓസിലേഷൻ, ഫോഴ്സ്ഡ് ഡാംഡ് ഓസിലേഷൻ്റെ ഇക്വേഷൻ പോലെയാണ്. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് എന്തിനാണ് ഫോഴ്സ്ഡ് ഡാംഡ് ഓസിലേഷൻ്റെ ഇക്വേഷൻ പോലെ. വർക്ക് യു ഈക്വൽ ടു എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്തായിട്ടും ഫോഴ്സ് ഡാംഡ് ഓസിലേഷൻ്റെ സൊല്യൂഷൻ പോലെ തന്നെ എക്സ് ഈക്വൽ x0 സൈൻ ഒമേഗ ടി ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും Q0 സൈൻ ഒമേഗ ടി, ഒരു ഫേസ് കൂടിയുണ്ട് തീറ്റ, സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. അതിന് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെയായിരിക്കും വാല്യൂ വരുന്നത്? dq/dt, അതാണ് നമ്മളെ കറണ്ട്. I is equal to dq/dt which is equal to എന്തായിരിക്കും Q0 ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ഇൻറ്റു ഒമേഗ, ഓൾറെഡി അത് കിട്ടും. ദെൻ കറണ്ട് കിട്ടി. ദെൻ നമുക്ക് എന്ത് കിട്ടും? d²q ഡിവൈഡഡ് ബൈ dt സ്ക്വയർ കൂടി വേണം. d²q ഡിവൈഡഡ് ബൈ dt സ്ക്വയർ ഈസ് ഈക്വൽ ടു Q0 ഒമേഗ ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ഇൻറ്റു ഒരു ഒമേഗ, അപ്പോൾ ഒമേഗ സ്ക്വയർ. ക്ലിയർ അല്ലേ? അതെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? V0 സൈൻ ഒമേഗ ടി ഈക്വൽ ടു L ഇൻറ്റു എന്താണ് d²q ഡിവൈഡ് ബൈ dt സ്ക്വയർ അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? L ഇൻറ്റു മൈനസ് Q0 ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ, L ഇൻറ്റു d²q ഡിവൈഡ് ബൈ dt സ്ക്വയർ പ്ലസ് R ഇൻറ്റു dq/dt. R ഇൻറ്റു dq/dt എത്രയാണ്? dq/dt ഈസ് ഈക്വൽ ടു Q0 ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ അഗെയിൻ പ്ലസ് q/c. q എത്രയാണ്? Q0 സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ഡിവൈഡഡ് ബൈ c. ഓക്കെ അല്ലേ? ആ ലാസ്റ്റ് ഇക്വേഷനിൽ മാത്രം ഞാൻ എന്ത് ചെയ്തു? ഒരു ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഒന്നുമില്ല, ഒമേഗ സി 1/ωc എന്താ നമ്മളെ എക്സ് സി ആണ് അല്ലേ? 1/ωc ഇസ് ദ എക്സ് സി. നമുക്ക് ഇവിടെ ഇംപീഡൻസ് ട്രയാങ്കിൾ ആവശ്യമാണ്. അപ്പം നമുക്ക് ആദ്യം എന്തൊക്കെ അറിയണം? എക്സ് സി ഈക്വൽ ടു 1/ωc ആൻഡ് എക്സ് എൽ ഈക്വൽ ടു ഒമേഗ എൽ. അഗെയിൻ Z is equal to root of XC minus XL. XL minus XC no, XC minus XL no, right? Whole square plus square against the impedance triangle. Impedance triangle is phi ana. Yeah, this angle. The value are Z and XL minus XC. Okay അല്ലേ? ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് സൈൻ്റെ ടേം ഒക്കെ ഒന്നിച്ചെടുക്കാം, കോസിൻ്റെ ടേം ഒക്കെ ഒന്നിച്ചെടുത്തു കേട്ടോ. ദെൻ V0 സൈൻ ഒമേഗ ടി ഈക്വൽ ടു അല്ലേ, ഇതൊക്കെ കോമൺ ആക്കി എടുക്കാം. Q0 ഇൻറ്റു ഒമേഗ കോമൺ ആണ്, അതിനെ ഞാൻ പുറത്തെടുത്തു. Q0 ഒമേഗ കോമൺ ആക്കി പുറത്തെടുത്തു. ദെൻ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ, സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ഇൻറ്റു ഒമേഗ 0 ഇൻറ്റു ഒമേഗ ഇൻറ്റു എൽ, ഒമേഗ എൽ ബൈ മൈനസ് 1/ωc. സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ, സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എടുത്തു. Q0 ഒമേഗ ഓൾറെഡി പുറത്തെടുത്തു. ഇവിടെ 1/ωc ഉണ്ട്, ഇവിടെ ഒരു ഒമേഗ എൽ ഉണ്ട്. തിരിച്ചാണ് വരിക അല്ലേ? എത്രയായിരിക്കും വരിക? 1/ωc മൈനസ് ഒമേഗ എൽ. ഇവിടെ അല്ലേ നെഗറ്റീവ് സൈൻ. ദെൻ പ്ലസ് എന്തുകൂടി ഉണ്ട്? Q0 ഒമേഗ പുറത്തെടുത്തു ആദ്യം. ദെൻ R ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ഇതിനെ ഞാൻ മുകളിലും താഴെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? ഒരു ഇസഡ് കൊണ്ട്, എംപിഡൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. എന്ത് സംഭവിക്കും നോക്കാം. V0 സൈൻ ഒമേഗ ടി ഈക്വൽ ടു Q0 ഒമേഗ ഇൻറ്റു ഇസഡ്. എത്ര കിട്ടും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സി എന്നും ഇതിനെ എക്സ് എൽ എന്നും എഴുതാം. സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എക്സ് സി
മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ഇസഡ്, ഒരു ഇസഡിനെ ഞാൻ ഉള്ളിലോട്ട് എടുത്തു, പ്ലസ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ഇൻറ്റു ആർ ബൈ ഇസഡ്. ഓക്കെ അല്ലേ? ഇവിടെ നിന്ന് എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡഡ് ബൈ ആർ എന്താണ്? എക്സ് എൽ ബൈ എക്സ് സി ബൈ ആർ, സോ എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡഡ് ബൈ ഇസഡ് എന്തായിരിക്കും അത്? സൈൻ ഫൈ. ഇതെന്താണ് വാല്യൂ? അതിൻ്റെ വാല്യൂ എത്രയാണ്? ഇതെന്താണ്? സൈൻ ഫൈ. ആൻഡ് സിമിലർലി ആർ ബൈ ഇസഡ് എന്താണ്? കോസ് ഫൈ. ഇത് കോസ് ഫൈ. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സൈൻ ഫൈ എന്നും കോസ് ഫൈ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എത്ര കിട്ടും നോക്കിയേ? എന്ത് കിട്ടും നിങ്ങൾക്ക്? V0 സൈൻ ഒമേഗ ടി ഈക്വൽ ടു Q0 ഒമേഗ ഇൻറ്റു ഇസഡ്. എവിടെ മുതൽ? സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ഇൻറ്റു സൈൻ ഫൈ പ്ലസ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ ഇൻറ്റു കോസ് ഫൈ. എന്തായിരിക്കും വരിക? സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി. സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി, കോസ് ഓഫ് എ മൈനസ് ബി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. V0 സൈൻ ഒമേഗ ടി ഈക്വൽ ടു Q0 ഒമേഗ ഇൻറ്റു ഇസഡ്. എന്ത് കിട്ടും? സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി. സൈൻ എ സൈൻ ബി പ്ലസ് കോസ് എ കോസ് ബി ഇസ് ഈക്വൽ ടു കോസ് ഓഫ് എ മൈനസ് ബി ഒമേഗ ടി പ്ലസ് തീറ്റ മൈനസ് ഫൈ. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് വാല്യൂ കിട്ടി. എന്ത് കിട്ടും നമുക്ക്? എഗെയിൻ നമുക്ക് വാല്യൂ കിട്ടി. V0 സൈൻ ഒമേഗ ടി ഈക്വൽ ടു Q0 ഒമേഗ ഇൻറ്റു ഇസഡ് കോസ് ഒമേഗ ടി പ്ലസ് ഫൈ മൈനസ് ഫൈ കോസ് തീറ്റ, കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ മൈനസ് ഫൈ. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് V0ൻ്റെ വാല്യൂ കിട്ടും. V0 ഈക്വൽ ടു I0 ഇൻറ്റു ഇസഡ്. V0 ഈക്വൽ ടു I0 ഇൻറ്റു ഇസഡ്. I0 ഈക്വൽ ടു Q0 ഇൻറ്റു ഒമേഗ. ആൻഡ് കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് തീറ്റ മൈനസ് ഫൈ, അതിന് നമുക്ക് എങ്ങനെ എഴുതണം? സൈൻ ഒമേഗ ടി. സൈൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. സൈൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ എഴുതുക? സൈൻ തീറ്റ ഈക്വൽ ടു കോസ് എങ്ങനെയായിരിക്കും വരിക? തീറ്റ മൈനസ് ഫൈ ബൈ ടു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗത്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ തീറ്റ മൈനസ് ഫൈ ഇസ് ഈക്വൽ ടു മൈനസ് ഫൈ ബൈ ടു ആയിരിക്കണം. തീറ്റ മൈനസ് ഫൈ ഇസ് ഈക്വൽ ടു minus pi by 2. From this equation theta is equal to minus pi by 2 plus 5. ഓക്കെ അല്ലേ? ഫ്രണ്ടിൽ ഫസ്റ്റ് നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. വീണ്ടും I ഈക്വൽ ടു ദിസ് വൺ, I is equal to എന്ത് എഴുതിയിട്ടുണ്ട്? നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ് നമ്മളെ ഇക്വേഷൻ? I ഈക്വൽ ടു Q0 ഒമേഗ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് തീറ്റ. അതാണ് നമ്മളെ കറണ്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ആ കറണ്ടിലോട്ട് ഇക്വേഷൻ വരാം. ലാസ്റ്റ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് കിട്ടിയത്? I ഈക്വൽ ടു Q0 ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. Q0 ഒമേഗ എന്താണ്? I ഈക്വൽ ടു I0 ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. തീറ്റ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ? തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ ടു പ്ലസ് ഫൈ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. I0 കോസ് ഒമേഗ ടി പ്ലസ് ഫൈ മൈനസ് പൈ ബൈ ടു. ഒമേഗ ടി പ്ലസ് ഫൈ മൈനസ് പൈ ബൈ ടു ഇസ് ഈക്വൽ ടു സൈൻ I0 സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷനായി. അപ്പോൾ എന്തൊക്കെ ചെയ്തു നമ്മൾ? കുറച്ച് ലെങ്തിയാണ്, ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. എന്തൊക്കെ ചെയ്തു നമ്മൾ? അറിയാവുന്നത് ആകെ എന്തായിരുന്നു? ഒരു LCR സർക്യൂട്ട് ഉണ്ടായിരുന്നു. എല്ലും സിയും ആറും എങ്ങനെയാണ്?
സീരീസ് ആണ്. LCR സീരീസ് ആവുന്ന സമയത്ത് നെറ്റ് പൊട്ടൻഷ്യൽ V is equal to VL plus VC plus VR. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് ഓരോന്നിനും VL എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, L into di/dt ആണെന്ന് അറിയാം. VC is equal to Q/C and VR is equal to I into R. അതിൽ നിന്ന് dQ/dt di/dt നമ്മൾ എന്തെടുത്തു, d²Q/dt² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫ്രം ദാറ്റ് നമുക്ക് കറണ്ടിന് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് അവിടെ തന്നെ എഴുതി വെച്ചു. ദെൻ ഇതെന്ന് പറയുന്നത്, ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തുവാണ്, ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ പോലെ ആയിരിക്കും. ആൻസർ എത്ര വരും, Q0 sin omega t plus theta. And using the impedance triangle also, from using these two equation we got the final equation. നമുക്ക് രണ്ടും കൂടി സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, കറണ്ടിന് ഒരു ഇക്വേഷൻ കിട്ടും. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് ദ കറണ്ട്? I is equal to I0 sin omega t plus phi. എന്താണ്? I equal to I0 sin omega t plus phi. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇത് നമുക്ക് മുന്നേ കിട്ടിയ അതേ ഇക്വേഷൻ തന്നെയാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. V equal to വിയുടെ ഇക്വേഷൻ എന്തായിരുന്നു, V equal to V0 sin omega t and I equal to the equation I0 sin omega t plus phi. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണ്, Z equal to root of R square plus XL minus XC the whole square. ഓക്കെ അല്ലേ? ഇവിടെ അതേപോലെ തന്നെയാണ്, ഫൈ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആവാം. XC ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഫൈ പോസിറ്റീവ്, XL ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഫൈ നെഗറ്റീവ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു.